ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. എന്തെങ്കിലും നോയ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഞാൻ എന്താ പറയുക, നേരിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ മൈക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഒരു കാക്ക വന്നിരുന്നതിനെ നന്നായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിഡിലനായിട്ടുള്ള ഒരു ഹെയർ പാക്ക് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഹെയർ പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് നര വന്ന് തുടങ്ങിയവർക്കും അല്ലെങ്കിൽ മുടി നരച്ചവർക്ക് ഇത് നിരന്തരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സ്ട്രെയിൻ വരാനും നല്ല രീതിയിൽ മുടി നാച്ചുറലായിട്ടുള്ള കളറിലേക്ക് മാറ്റിക്കൊണ്ടുവരാനും നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തലയിൽ നമ്മളുടെ മുടിയിൽ നല്ല രീതിയിൽ നമ്മളുടെ തലയിൽ ഒരു സ്ട്രെയിൻ കൊണ്ടുവരികയും അതുപോലെ തന്നെ സ്കാൽപ്പിലുള്ള മിക്ക പ്രശ്നങ്ങൾക്കും ഒരു ഇൻഫെക്ഷൻസ് ആവട്ടെ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ആവട്ടെ, ഇതുപോലെയുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. അതുപോലെ മാത്രമല്ല, ഈ നര മാറ്റുന്നതും അല്ലെങ്കിൽ നര കുറയ്ക്കുന്നതും ഡാൻഡ്രഫ് ഇൻഫെക്ഷൻസ് അത് മാത്രമല്ല, മുടി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അരണ്യ എന്നാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോസ് മാത്രമല്ല, എല്ലാ വീഡിയോസും കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, യൂസ്ഫുൾ ആവും. അപ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു 1/2 ഗ്ലാസ് ആക്കി എടുക്കണം. ഇങ്ങനെ ഒരു 3/4 ഗ്ലാസ് വെച്ചിട്ട് അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് വെക്കുക കേട്ടോ വെള്ളം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നമ്മളുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നരയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു സാധനമാണ്. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിക്കും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ കറിവേപ്പില എന്ന് പറയുന്നത്. നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളായല്ലേ കറിവേപ്പില കൊണ്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്തിട്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തികച്ചും നാച്ചുറലായിട്ട് നമ്മളുടെ മുടി എന്താ പറയുക, നരയില്ലാത്ത ആക്കുക അല്ലെങ്കിൽ നരയെ കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മളിതിലേക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചായപ്പൊടിയാണ്. ചായപ്പൊടി കൊണ്ടുള്ള ഹെയർ പാക്കുകൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല രീതിയിൽ സ്റ്റെയിൻ വരും, നല്ല രീതിയിൽ മുടി കറുപ്പാകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളുടെ ചായപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ചായപ്പൊടി അതിലേക്ക് ചേർത്തതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തുളസിയുടെ ഇലയാണ്. ഒരു 4-5 മണ്ട നുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ആ ഒരു ഇലയുടെ മണ്ട ഭാഗം നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3/4 ഗ്ലാസ് ആണെങ്കിൽ 1/2 ഗ്ലാസ്സിലേക്കും അല്ലെങ്കിൽ 1 ഗ്ലാസ് ആണെങ്കിൽ 3/4 ഗ്ലാസ്സിലേക്കും എത്തിക്കുക കേട്ടോ. അത്രയും വറ്റി വരുന്നിടം വരെ നിങ്ങൾ എന്താ പറയുക നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. തീ മാക്സിമം മിനിമത്തിൽ വെച്ചിട്ട് മിനിമം ടു മീഡിയം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് വറ്റി വരും. പക്ഷേങ്കിൽ അതിൻ്റെ ആ ഇലയുടെ ഗുണങ്ങളൊന്നും അതിലേക്ക് പെട്ടെന്ന് ഇറങ്ങി കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വിടുക കേട്ടോ. അതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ വിട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു എല്ലയുടെ ഗുണങ്ങൾ മാക്സിമം നമുക്കതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അതിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ നിങ്ങൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്കാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്കിത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. നമ്മൾ ഇത് മാക്സിമം നിങ്ങളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾക്ക് എന്താ പറയുക, അങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. കാരണം കൈകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്കിതേ ഒരു 1/2 ഗ്ലാസോളമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ.
മുടി നല്ല രീതിയിൽ നാച്ചുറലി നമുക്കൊരു എന്താ പറയുക, നാച്ചുറലി നമുക്ക് മുടി കറുപ്പിക്കാനും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് മുടി കറുപ്പിക്കാനും മുടി വളർത്തിക്കൊണ്ട് നമുക്ക് മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എണ്ണയൊന്ന് തൊട്ട് പുരട്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ എല്ലാ വീഡിയോസിലും മാക്സിമം പറയാറുണ്ട്. ചിലതിൽ എന്നാൽ ഞാൻ പറയാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ എങ്കിൽ ഇതിൽ ഞാൻ ഒട്ടും പറയുന്നില്ല. നമുക്ക് ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം പ്രത്യേകിച്ചും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എണ്ണയെന്ന് തൊട്ട് പരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് മുടികൾ നമുക്ക് വളരുന്നത്. അപ്പോൾ കൊഴിഞ്ഞുപോയ ഇടങ്ങളിൽ പുതിയ മുടികൾ വളരാനും നമ്മുടെ ഹെൽത്തി ആയിട്ട് സ്കാൽപ്പ് വെച്ചിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് വീക്കിലി ഒരു 2 or 3 പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. മഴക്കാലം ആയാലും എന്തായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. മഴക്കാലത്ത് പ്രത്യേകിച്ചും നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള എന്താ പറയുക, ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ നമ്മുടെ വാട്ടർ ഫോമിലുള്ള ഒരു ഹെയർ പാക്ക് അല്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനും ഈസി ആയിരിക്കും കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് വെറുതെ വിടാവുന്നതാണ് കേട്ടോ. അങ്ങനെ ദോഷമൊന്നും ഉണ്ടാവുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഹെൽത്ത് നോക്കുക. ഹെൽത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഹെയർ പാക്കായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും കൂട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് കാണും വരെ. ടാറ്റാ ബൈ.